നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ ക്ലബ് ബ്രൂഗയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടിയിട്ടുണ്ടല്ലോ. 4-1 വിജയമായിരുന്നു. അഗ്രിഗേറ്റ് 7-4 വിജയവും കൊണ്ടാണ് അവർ മുന്നോട്ട് കടന്നിരിക്കുന്നത്. ഈ കളിയിൽ ഗോളില്ല, അസിസ്റ്റ് ഇല്ല. പക്ഷേ കളിയിൽ അർജൻറ്റീൻ താരം ഹുലിയാനോ സിമയോണി നടത്തിയൊരു പ്രകടനമുണ്ട്. വാട്ട് എ പ്ലെയർ! കളിക്കളത്തിൽ എന്തൊരു ഊർജ്ജമാണ് അയാൾക്ക്, എന്തൊരു വർക്ക് റേറ്റാണ്. ആ വർക്ക് റേറ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ പലരും തമാശയൊക്കെ പറയാറുണ്ട്, റോഡ്രിഗോ ഡി ബോളിന് അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ ഇരട്ട ലെങ്സാണ് എന്നുള്ളത്. ഏതാൽ ഇദ്ദേഹത്തിന് 3 ലെങ്സ് ആണെന്നോ 4 ലെങ്സ് ആണെന്നോ പറയേണ്ടി വരും. അത്തരത്തിലുള്ള പെർഫോമൻസാണ് നടത്തിയിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, അടുത്ത വേൾഡ് കപ്പിൽ ലയണൽ സ്കലോനി ഇദ്ദേഹത്തെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കും. അത് അർജൻറ്റീനയ്ക്ക് വലിയ രൂപത്തിൽ ഗുണം ചെയ്യുകയും ചെയ്യും. ഇതിൽ ലിയോ മെസ്സിക്കൊപ്പം ഇറങ്ങുന്ന ഒരു വാരിയറായിട്ടുള്ള ഒരു പ്ലെയർ, അങ്ങനെ വേണം ഹുലിയാനോ സിമയോണിയെ കാണാൻ. ഇന്നലെ ക്ലബ് ബ്രൂഗയ്ക്കെതിരെ തുടക്കം മുതൽ അവൻ നടത്തിയിട്ടുള്ള ആ ഒരു പോരാട്ട വീര്യം, ആ ഒരു എനർജി, അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്നലത്തെ കളിയിൽ അദ്ദേഹം ആകെ 39 പാസുകൾ കൊടുത്തതിൽ 35 കൃത്യമായി ലക്ഷ്യത്തിലേക്കായിരുന്നു. 90% പാസിംഗ് ആക്യുറസി. 21 പാസുകൾ ഓപ്പോസിഷൻ ഹാഫിൽ കൊടുത്തത് 18 ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. 86% അവിടെ പാസിംഗ് ആക്യുറസി. അങ്ങനെ പാസിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ആ ഒരു ഏരിയയിൽ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഏരിയയിൽ വളരെ മികവ് കാണിച്ചുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് പുറത്തെടുക്കുകയും ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ഓൾറെഡി 3-3 സമനിലയിൽ നിന്നൊരു കളിയാണ്. അത് ജയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. അതിന് അർജൻറ്റീന താരം ഹുലിയാനോ സിമയോണി നൽകിയിട്ടുള്ള ഒരു ആവേശം, അത് നമ്മൾ തീർച്ചയായിട്ടും എടുത്ത് കാണണം. തൻ്റെ പിതാവിൻ്റെ കീഴിൽ ഹുലിയാനോ സിമയോണി വേറെ ലെവലായിട്ട് വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അടുത്ത വേൾഡ് കപ്പിന് അവരുടെ നിരയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ടീം ആയിരിക്കില്ലല്ലോ. അതിൽ പുതുതായിട്ട് സ്കലോനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന താരങ്ങളിൽ ഓൾറെഡി ഇദ്ദേഹം കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന താരങ്ങളിൽ ഒരാൾ ഹുലിയാനോ സിമയോണി ആയിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രോഗ്രസ് കാണുമ്പോൾ പറയാൻ കഴിയുക. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.